സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങി നിൽക്കുന്ന ഒരു മിനിസ്റ്റർ. ഉപദ്രവമല്ലാതെ ഈ ഗവൺമെന്റിനെ കൊണ്ട് സിനിമയ്ക്ക് ഇന്ന് വരെ ഒരു ഉപകാരങ്ങളും ഉണ്ടായില്ല. കഴിഞ്ഞ 9 വർഷമായി സിനിമയ്ക്ക് വേണ്ടി ഇല്ലെങ്കിൽ ഒരു സിനിമാക്കാരന് വേണ്ടി പോലും ഒന്നും ചെയ്യാത്ത ഒരു ഗവൺമെന്റ്. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങി നിൽക്കുന്ന ഒരു മിനിസ്റ്റർ. ആ രീതിയിലാണ് ഇന്ന് ഈ ഇൻഡസ്ട്രി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അമിതമായ എന്റർടൈൻമെന്റ് ടാക്സ്, ഇപ്പൊ തന്നെ GSTയുടെ പുനഃസംഘടന നടന്നു. സിനിമാ മേഖലയ്ക്ക് ഒന്നും ലഭിച്ചില്ല. ഉപദ്രവമല്ലാതെ ഈ ഗവൺമെന്റിനെ കൊണ്ട് സിനിമയ്ക്ക് ഇന്ന് വരെ ഒരു ഉപകാരങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്താൻ, നമുക്ക് അർഹമായ ആനുകൂല്യങ്ങൾ പിടിച്ചെടുക്കാൻ മുൻനിരയിൽ ചേംബർ ഉണ്ടാകും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. കൂടാതെ കഴിഞ്ഞ കുറെ നാളുകളായി തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കാര്യം. സിനിമ എന്ന് പറയുന്നതിന്റെ നിലനിൽപ്പ് സിനിമ തിയേറ്ററിൽ കൂടി മാത്രമാണ്. തിയേറ്ററിൽ വന്ന് സക്സസ് ആവുന്ന സിനിമയിൽ കൂടെ മാത്രമാണ് സിനിമയ്ക്ക് നിലനിൽപ്പുള്ളത് എന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ വന്ന OTTയെ പോലുള്ള ചില സംഭവ വികാസങ്ങൾ താൽക്കാലികമായി ചില തടസ്സങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അതിന്റെ പുറകെ ചിലരൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അവരെല്ലാം ബോധ്യപ്പെടുത്തി സിനിമാ തിയേറ്ററാണ് സിനിമയുടെ നട്ടെല്ല് എന്ന് തെളിയിക്കുന്ന തുടരും, ലോക പോലുള്ള സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്നു.